ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജീവൻ രാജ്. അപ്പോൾ നമ്മൾ ഒരു വെയിറ്റ് ലോസോ വെയിറ്റ് ഗെയിനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഡയറ്റ് പ്ലാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അത് ഫോളോ ചെയ്താലേ റിസൾട്ട് കിട്ടുള്ളൂ എന്നുള്ള കാര്യം. അപ്പോൾ ആരുടെയും സഹായം ഇല്ലാണ്ട് എങ്ങനെ അത് നമുക്ക് ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോണത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക. പിന്നെ ഇതൊരു സീരീസ് ഓഫ് വീഡിയോസാണ്. അപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ മാക്രോ സെറ്റ് ചെയ്യണം, ഡയറ്റ് പ്ലാനിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരുപാടുണ്ടാവും. അപ്പോൾ സീരീസ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലൊന്ന് അമർത്തുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അത് നിർബന്ധമാണ്, എന്നാലേ അത് കുറേ ആൾക്കാരിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ കാണും. ഗൂഗിളിൽ പോവുക, മാക്രോസ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. വരുന്ന റിസൾട്ടുകളിൽ ഫസ്റ്റ് calculator.net എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും, അതെടുക്കുക. ഇതാണ് അതിൻ്റെ ലേ ഔട്ട് വരിക. ഇതിൽ ബേസിക്കായിട്ട് നിങ്ങളുടെ ഏജ്, ജെൻഡർ, ഹൈറ്റ്, വെയിറ്റ്, ആക്ടിവിറ്റി ലെവൽ, ഗോളൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. ആക്ടിവിറ്റി ലെവൽ ചൂസ് ചെയ്യുമ്പോൾ ഇവൺ തോ 6 to 7 ടൈംസ് വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും ഒരു 4 to 5 ഡേയ്സിൻ്റെ ഓപ്ഷൻ കൊടുക്കുക. ഗോള് എപ്പോഴും ഒരു 0.5 kg വെയിറ്റ് ലോസ് പെർ വീക്ക് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. വെയിറ്റ് ലോസ് ആണെങ്കിൽ, വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ അതനുസരിച്ച് കൊടുത്ത് കാൽക്കുലേറ്റർ കൊടുക്കുക. കാൽക്കുലേറ്റർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി നിങ്ങളുടെ ഡെയിലി കാലറി ഇൻടേക്ക് എത്രയാണ്, അതിൽ പ്രോട്ടീൻസും കാർബ്സും ഫാറ്റ് മാക്രോസ് എത്ര വേണം, അതിൻ്റെ ലോ ഫാറ്റ്, ലോ കാർബ്, ഹൈ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ഓപ്ഷൻസും ഇതിൽ കിട്ടും. അപ്രോക്സിമേറ്റ് ആണെങ്കിലും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണിത്.